ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വടക്കൻ ബാത്തിനയിൽ തൊഴിൽ നിയമം ലംഘിച്ച പ്രവാസികൾ അറസ്റ്റിലായി. തൊഴിൽ മന്ത്രാലയം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലേബർ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് 11 പേരെ പിടികൂടിയത്. ഡെലിവറി ജോലിക്കാർ, റെഫ്രിജറേറ്റർ ട്രക്ക് ഡ്രൈവർമാർ, ജലവിതരണ ടാങ്കർ ഓപ്പറേറ്റർമാർ തുടങ്ങിയ മേഖലകളിലാണ് മന്ത്രാലയം ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്. അറസ്റ്റിലായവരെ തുടർ നടപടികൾക്കായി പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി. അതേസമയം തൊഴിൽ നിയമ ലംഘകരെ കണ്ടെത്തുന്നതിന് വ്യാപക പരിശോധനയാണ് തൊഴിൽ മന്ത്രാലയം നടത്തുന്നത്. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി എസ്റ്റാബ്ലിഷ്മെന്റുമായി സഹകരിച്ചാണ് തൊഴിൽ മന്ത്രാലയം പരിശോധന നടത്തുന്നത്. തൊഴിൽ വിപണി നിയന്ത്രിക്കുന്നതിനായുള്ള വിഷൻ 2040 ഭാഗമായാണ് പരിശോധന. വർഷത്തിലെ ആദ്യ പകുതിയിൽ തൊഴിൽ താമസ നിയമ ലംഘനങ്ങളുമായി ബന്ധപ്പെട്ട് 9042 തൊഴിലാളികളെയാണ് അറസ്റ്റ് ചെയ്തത്. ഇവരിൽ 7612 വിദേശികളെ ശിക്ഷാ നടപടികൾക്ക് ശേഷം നാടുകടത്തിയതായും തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച് ഒമാനിൽ കഴിയുന്ന പ്രവാസികളെ കണ്ടെത്തുന്നതിനായി പരിശോധന തുടരുകയാണ്. സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി എസ്റ്റാബ്ലിഷ്മെന്റുമായി സഹകരിച്ചുള്ള വ്യാപക പരിശോധന ജനുവരി മുതലാണ് ആരംഭിച്ചത്. തൊഴിൽ സ്ഥലങ്ങളിലെത്തിയുള്ള പരിശോധനകളിൽ നിയമങ്ങളും മന്ത്രാലയം ഉത്തരവുകളും ലംഘിച്ച് തൊഴിലെടുക്കുന്നവരെ കണ്ടെത്തി നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. പെട്രോളിയം ഡെവലപ്മെന്റ് ഒമാന്റെ പേരിൽ വ്യാജ തൊഴിൽ പരസ്യങ്ങൾ നൽകുന്ന ഏജൻസിയെക്കുറിച്ച് മുന്നറിയിപ്പുമായി അധികൃതർ രംഗത്ത്. ഇൻഫോ ജോബ്സ് ഗൾഫ് എന്ന വ്യാജ റിക്രൂട്ടിംഗ് ഏജൻസിയുടെ പരസ്യങ്ങൾ വ്യാജമാണെന്നും ഇത്തരം പരസ്യങ്ങൾ നിയമവിരുദ്ധമാണെന്നും കമ്പനിയുമായി യാതൊരു ബന്ധവുമില്ലെന്നും PDO അറിയിച്ചു. PDOയുടെ എല്ലാ റിക്രൂട്ട്മെന്റുകളും ഔദ്യോഗിക വെബ്സൈറ്റ് വഴി മാത്രമായിരിക്കുമെന്നും PDO പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു. SMS വഴി വ്യാജ തൊഴിൽ പരസ്യങ്ങൾ നൽകിയുള്ള പുതിയ ഓൺലൈൻ തട്ടിപ്പ് രീതിയെക്കുറിച്ച് റോയൽ ഒമാൻ പോലീസും അടുത്തിടെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. യുവാക്കളെ ലക്ഷ്യം വെച്ചാണ് തട്ടിപ്പ് സംഘങ്ങൾ പ്രവർത്തിക്കുന്നതെന്നും ഇതുവഴി ഇരകളെ എളുപ്പത്തിൽ വശീകരിക്കാനും സാമ്പത്തിക ലാഭത്തിനായി പ്രലോഭിപ്പിക്കാനും ഇവർക്ക് സാധിക്കുന്നു എന്നും കുറ്റാന്വേഷണ വിഭാഗം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി. ഓൺലൈൻ വ്യവസായത്തിന് ക്ഷണിച്ചാണ് മറ്റൊരു തട്ടിപ്പ്. ഓൺലൈനിൽ പുതിയ സംരംഭം ആരംഭിക്കുന്നതിനും ജോലി ലഭിക്കുന്നതിനും പണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള SMS-കളാണ് പലർക്കും ലഭിക്കുന്നത്. സംരംഭത്തിനും തൊഴിൽ ലഭിക്കുന്നതിനും ആവശ്യമായ തുക അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചാണ് തട്ടിപ്പ് സംഘം പണം അപഹരിക്കുന്നത്. ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ ലഭിക്കുന്ന സ്വദേശികളും വിദേശികളും ഇവയുടെ ആധികാരികത ഉറപ്പുവരുത്തണമെന്നും എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ തോന്നിയാൽ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കണമെന്നും പോലീസ് ആവശ്യപ്പെട്ടു. ഒമാനിലെ ഹൈപ്പർ മാർക്കറ്റുകളുടെ പേരിലും സ്വകാര്യ ആശുപത്രികളുടെ പേരിലും വ്യാജ റിക്രൂട്ട്മെന്റ് സന്ദേശങ്ങൾ അയച്ച് പണം അപഹരിക്കാൻ ശ്രമം നടക്കുന്നതായും നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. വാട്സാപ്പ് ഗ്രൂപ്പ് വഴി തെറ്റായ റിക്രൂട്ട്മെന്റ് പരസ്യം നൽകിയാണ് ഇരകളെ കണ്ടെത്തുന്നത്. പ്രവാസികൾക്കിടയിൽ പ്രചാരത്തിലുള്ള ഗ്രൂപ്പുകളെ ദുരുപയോഗം ചെയ്ത് സംഘം തട്ടിപ്പ് നടത്തുന്നു. സന്ദേശങ്ങളിൽ നൽകിയിരിക്കുന്ന ബന്ധപ്പെടാനുള്ള നമ്പറുകളിൽ പലരും കേരളത്തിലേതോ UAE-യിലേതോ ആയിരിക്കും നൽകുന്നത്. ഇതിനാൽ തന്നെ ഒമാനിലുള്ളവർക്ക് പണം നഷ്ടപ്പെട്ടാൽ പിന്നെ ഇവരെ എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കില്ല. ജോലിക്കായി എത്തുമ്പോഴാണ് പലരും ഇത്തരം സംഘങ്ങളുടെ ചതിക്കുഴികളെക്കുറിച്ച് അറിയുന്നത്. പിന്നെ പണം തിരികെ ലഭിക്കുക എന്നതും ഏറെ പ്രയാസകരമാണ്. ട്രാവൽ ഏജൻസികളും ഇത്തരം തട്ടിപ്പുകളിൽ പലപ്പോഴും ഇടനിലക്കാരാകാറുണ്ട്. ഇവരുടെ വാഗ്ദാനങ്ങളിൽ പലരും വീഴുകയും ചതിക്കപ്പെടുകയും ചെയ്യും. ഇതിനായി നിരവധി സംഘങ്ങൾ പ്രവർത്തിക്കുന്നതായാണ് വിവരം. വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ ജോലി ഒഴിവ് എന്ന് പറഞ്ഞ് പരസ്യം ചെയ്താണ് തട്ടിപ്പ് നടത്തുന്നത്. വിസ ഉടനെ വരുമെന്നും സർവീസ് ചാർജ് എന്ന രീതിയിൽ തുക ആവശ്യപ്പെട്ടാണ് സംഘം തട്ടിപ്പ് നടത്തുന്നത്. ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ അധികൃതർ നിരന്തരം ജാഗ്രതാ നിർദ്ദേശവും നടത്തുന്നുണ്ട്. ഒമാനിൽ ബിനാമി ഇടപാടുകൾ തടയുന്നതിന്റെ ഭാഗമായി പരിശോധന ആരംഭിക്കാൻ വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം ഒരുങ്ങുന്നു. ആദ്യഘട്ടത്തിൽ മസ്കറ്റ്, വടക്കൻ ബാത്തിന, ദോഫാർ ഗവർണറേറ്റുകളിലെ വാണിജ്യ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തും. ബിനാമി ഇടപാടുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ 80000070 എന്ന നമ്പറിലോ പ്രത്യേക വെബ്സൈറ്റിലോ വിവരം അറിയിക്കണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു. ബിനാമി ഇടപാടുകൾ തടയുന്നതിന്റെ ഭാഗമായി രാജ്യത്തെ മുഴുവൻ സ്ഥാപനങ്ങളും ഏതെങ്കിലും അംഗീകൃത ബാങ്കിൽ അക്കൗണ്ട് തുറക്കണമെന്ന് നേരത്തെ മന്ത്രാലയം നിർദ്ദേശിച്ചിരുന്നു. രാജകീയ ഉത്തരവ് 18/2019 പ്രകാരവും മന്ത്രിതല ഉത്തരവ് 146/2021, 412/2023 പ്രകാരവും ഒമാനിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടുകൾ നിർബന്ധമാണ്. രാജ്യത്തെ നിയമമോ രാജകീയ ഉത്തരവോ അനുവദിക്കാത്ത ബിനാമി ഇടപാടുകൾ ഉൾപ്പെടെയുള്ളവ പിടിക്കപ്പെട്ടാൽ 15,000 റിയാൽ വരെ പിഴ ശിക്ഷ ലഭിക്കും. ഇത് സ്വന്തം നിലയ്ക്കോ മറ്റുള്ളവരുമായി ചേർന്നോ നടത്തിയാലും ശിക്ഷാർഹമാണ്.
വാണിജ്യം, വ്യവസായം, തൊഴിൽപരം, കരകൗശലം, വിനോദസഞ്ചാരം, മറ്റ് സാമ്പത്തിക പ്രവർത്തനം അടക്കമുള്ളവ നിയമവിരുദ്ധമായി ചെയ്താൽ ഇതിന്റെ പരിധിയിൽപ്പെടും. രഹസ്യവ്യാപാരം നടത്തുന്നയാളെ നിയമപ്രകാരം മറിഞ്ഞിരിക്കുന്ന വ്യക്തിയായാണ് കണക്കാക്കുക. സ്ഥാപനത്തിന്റെ വരുമാനം, ലാഭം, കരാറുകാരുടെ പ്രവർത്തനങ്ങൾ തുടങ്ങിയ പ്രത്യക്ഷമായോ പരോക്ഷമായോ സ്ഥാപനത്തിന്റെ അക്കൗണ്ടിലേക്കല്ലാതെ സ്വകാര്യ വ്യക്തിയുടെ അക്കൗണ്ടിലേക്കോ മറ്റേതെങ്കിലും അക്കൗണ്ടിലേക്കോ മാറ്റുന്നതും സ്വകാര്യ വ്യാപാരത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. സ്ഥാപനത്തിന്റെ ഉടമയല്ലാതെ ആരെങ്കിലും സ്വകാര്യ അക്കൗണ്ടിൽ വിൽപ്പനയുടെ നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നതോ സ്വത്തുക്കളോ പണമോ കൈമാറുന്നതോ ബിനാമി ഇടപാടുകളുടെ ഗണത്തിൽ പെടുന്നതാണ്. സ്ഥാപനം സ്ഥാപിക്കുന്ന സമയത്തെ രേഖകൾ, ലൈസൻസ് നേടാനുള്ള അപേക്ഷ, സ്ഥാപനത്തിന്റെ അക്കൗണ്ട് എന്നിവയിൽ തെറ്റായ വിവരമോ കണക്കോ സമർപ്പിക്കുന്നതും ശിക്ഷാർഹമാണ്. സ്ഥാപനത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായും പ്രവാസികൾക്ക് നൽകുന്ന സ്ഥാപന ഉടമയുടെ സമ്മതവും രഹസ്യ വ്യാപാരത്തിൽ പെടുന്നു. അതേസമയം രാജ്യത്തെ വാണിജ്യ വ്യവസായ അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിനും സുതാര്യമാക്കുന്നതിനും ലക്ഷ്യം വെച്ചാണ് ബിനാമി ഇടപാടുകൾക്കെതിരെ മന്ത്രാലയം നിയമ നടപടികൾ ശക്തമാക്കിയിരിക്കുന്നത്. നിക്ഷേപകർ മറഞ്ഞിരിക്കുന്നത് വഴി രാജ്യത്തിന് ലഭിക്കേണ്ട നികുതിയും മറ്റും നഷ്ടപ്പെടും. സാമ്പത്തിക ഇടപാടുകളിലെ കൃത്യത ഇല്ലാതിരിക്കുന്നതിനും ബിനാമി ഇടപാടുകൾ ഇടവരുത്തും. അതേസമയം നിയമലംഘനം പിടിക്കപ്പെട്ടാൽ മന്ത്രാലയം വാണിജ്യ രജിസ്റ്ററിൽ നിന്നും സ്ഥാപനത്തിന്റെ പ്രവർത്തനം റദ്ദാക്കുക, 5000 റിയാൽ പിഴ, വീണ്ടും നിയമലംഘനം നടത്തിയാൽ 10,000 റിയാൽ പിഴയും, 3 മാസത്തേക്ക് പ്രവർത്തനം സസ്പെൻഡ് ചെയ്യലും, 3-ാം തവണ നിയമലംഘനം നടത്തിയാൽ 15,000 റിയാൽ പിഴയും, വാണിജ്യ രജിസ്റ്ററിൽ നിന്നും നീക്കം ചെയ്യലും, ഇതിനുശേഷം 1 വർഷത്തിന് ശേഷമല്ലാതെ വീണ്ടും രജിസ്റ്റർ ചെയ്യാൻ സാധിക്കില്ലെന്നും മന്ത്രാലയം ഉത്തരവിൽ പറയുന്നു. ആഗോളതലത്തിൽ സ്വർണം ഔൺസിന് 0.28% ഉയർന്ന് $2,429 ഒമാൻ വിപണിയിലും പ്രതിഫലനം സൃഷ്ടിച്ചു. ചൊവ്വാഴ്ച 22 ക്യാരറ്റ് സ്വർണം 1 ഗ്രാമിന് 29.65 റിയാലായാണ് വിപണി പ്രവർത്തനം ആരംഭിച്ചത്. 24 ക്യാരറ്റ് സ്വർണത്തിന് 31.25 റിയാലായിരുന്നു ഇന്നലെ ഗ്രാമിന്റെ വില. വാദി കബീറിൽ പള്ളിയുടെ പരിസരത്തുണ്ടായ വെടിവെപ്പിൽ മരണപ്പെട്ടവരുടെ എണ്ണം 9ആയി. പോലീസ് ഉദ്യോഗസ്ഥരും 5 സാധാരണക്കാരും 3 ആക്രമികളുമാണ് മരണപ്പെട്ടതെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. പോലീസ് ഉൾപ്പെടെ സുരക്ഷാ വിഭാഗങ്ങളുടെ ഇടപെടലിൽ പ്രദേശത്ത് സ്ഥിതി ശാന്തമായിട്ടുണ്ട്. വാദി കബീറും പരിസരവും സാധാരണ നിലയിലേക്ക് മാറുകയാണ്. അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായ ഉടനെ അധികൃതർ നടത്തിയ പെട്ടെന്നുള്ള ഇടപെടലുകൾക്കും ജനങ്ങളെ സുരക്ഷിതരാക്കിയതിലും കൂടുതൽ ആളപായങ്ങളും മറ്റും ഒഴിവാക്കിയതിലും നന്ദി പറയുകയാണ് ഒമാൻ. പോലീസ് സേവനങ്ങൾക്കുൾപ്പെടെ അഭിനന്ദനങ്ങളും പ്രാർത്ഥനകളുമായി നിരവധി പേർ സാമൂഹിക മാധ്യമങ്ങളിലും രംഗത്തെത്തി. അതേസമയം വെടിവെപ്പിൽ 28 പേർക്കാണ് പരിക്കേറ്റത്. ഇവരിൽ പോലീസ് ഓഫീസർമാർ, സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥർ, ആംബുലൻസ് ജീവനക്കാർ എന്നിങ്ങനെ 4 പേരും വിവിധ രാജ്യക്കാരുമാണ് ഉൾപ്പെടുന്നത്. പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിലെത്തിച്ച് ചികിത്സ ലഭ്യമാക്കി വരികയാണെന്നും റോയൽ ഒമാൻ പോലീസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.